മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി റദ്ദ് ചെയ്ത് പുതിയ നിയമം കൊണ്ടുവരുവാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഇതിനെ ആശങ്കയോടെയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നോക്കിക്കാണുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പെൻഷനും തൊഴിലുറപ്പ് വേതനവും കൊണ്ട് ജീവിക്കുന്ന നിർധനർക്കാണ് കേന്ദ്ര നീക്കം തിരിച്ചടി സൃഷ്ടിക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത് തുച്ഛമായ വേതനമാണെങ്കിലും അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന നിരവധി നിർധനരുണ്ട്. അവരെ ആശങ്കയിലാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യങ്ങൾ ഇന്നാണ് ഞങ്ങൾ വാർത്തകളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അത് വളരെ ഒരു ബുദ്ധിമുട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇന്നുണ്ടായിരിക്കുന്നത്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയമെന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒരു ശരിയായ കാര്യമല്ല. തൊഴിലുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരെല്ലാം തന്നെ ഇവിടെ മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. ഇത് തകർക്കുന്ന ഇതിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ വരവും. അത് കാരണം ഞങ്ങൾക്ക് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആകെപ്പാടെ ഒരു ഭയമായിട്ടാണ് ഇത് തോന്നുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിൽ നിന്നൊന്ന് പിന്മാറണമെന്ന് ഞങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പറയാനുണ്ട്. ഈ പദ്ധതി ഇങ്ങോട്ട് ഞങ്ങൾക്ക് വെച്ച് നീട്ടിയതാണ്. അത് നിങ്ങൾ വലിക്കാതിരുന്നാൽ ഒരു ഉപകാരം. അത് തന്നെയല്ല, പ്രായം ചെന്ന മനുഷ്യർക്ക് ഒരാഴ്ച അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമല്ല. അവർക്കൊരു 10 പൈസ വേണമെങ്കിൽ ആരോടും കൈ നീട്ടാതെ കിട്ടാനുള്ളൊരു വകുപ്പ് നിങ്ങൾ കാണിച്ചാൽ ഏറ്റവും വലിയ ഉപകാരമെന്ന് മാത്രമേ പറയാനുള്ളൂ. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതെല്ലാം തടസ്സപ്പെടുത്തുവാണെന്ന് പാർലമെന്റിലൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായാൽ ജീവിക്കാൻ മറ്റു മാർഗമില്ലെന്നാണ് പലരും പറയുന്നത്. ഈ തൊഴിൽ കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും എല്ലാം കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് കണ്ടത്തിലൊന്നും പോകാൻ മേല. ഈ തൊഴിലുറപ്പ് ഞങ്ങൾക്ക് നിർത്താൻ പറ്റത്തില്ല. മുന്നോട്ട് ഇത് കൊണ്ടുപോകണം. പുതിയ നിയമം കൊണ്ടുവന്ന് ഞങ്ങളുടെ തൊഴിലില്ലാതാക്കരുത്. ഞങ്ങൾക്ക് തൊഴിൽ ആവശ്യമാണ്. കുറച്ച് തൊഴിൽ ദിനം കൂടെ കൂട്ടിത്തന്ന് ഞങ്ങൾക്ക് പൈസയും കൂട്ടിത്തന്ന് ഞങ്ങൾക്ക് ഈ തൊഴിൽ വേണം. ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതില്ലെങ്കിൽ പറ്റത്തില്ല. ഇനിയിപ്പം ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ തൊഴിലില്ലാതെ ഈ തൊഴിലല്ലാതെ ഇനി എന്ത് തൊഴിലിന് പോകാനാണ് ഞങ്ങൾ? ഇത്രയും പ്രായമൊക്കെ ആയി ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഇതൊരു ഉപകാരമായിരുന്നു. അതുകൊണ്ടത് മഹാത്മാഗാന്ധി ഉണ്ടാക്കിക്കൊണ്ടൊന്നല്ല, അത് മഹാത്മാഗാന്ധിയുടെ പേരില്ലാതാക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഞാൻ തൊഴിലുറപ്പിൻ്റെ ഒരു മേറ്റാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിയമത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. കാരണം ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഇത് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഈ പാവപ്പെട്ട ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഇതിനെ ശക്തമായി ഞങ്ങൾ അപലപിക്കുന്നു. ഇതിനെ ശക്തമായി എതിർക്കുന്നു. മഹാത്മാഗാന്ധി ഇല്ലാതാക്കിയതുപോലെ ഈ പ്രസ്ഥാനത്തേതും ഇല്ലാതാക്കാനുള്ള പണിയാണ് ഇവർ കാണിക്കുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. ഞങ്ങളുടെ 35 കുടുംബങ്ങളും ജീവിക്കുന്നത് ഈ ഒരു പ്രസ്ഥാനം കൊണ്ട്, ഈ തൊഴിലുറപ്പ് കൊണ്ടാണ്. അതില്ലാതാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീക്കത്തെ ഞങ്ങൾ ഈ 35 കുടുംബവും ഈ ദേശത്തുള്ള എല്ലാ തൊഴിലുറപ്പ് പ്രസ്ഥാനങ്ങളും കൂടി എതിർക്കുന്നു. അതില്ലാതാക്കാൻ ശ്രമിക്കുന്ന സകല പ്രസ്ഥാനങ്ങളെയും ഈ മഹാത്മാഗാന്ധിയെ നീക്കിയതുപോലെ ഞങ്ങളെ നീക്കാനുള്ള കേന്ദ്രത്തിൻ്റെ നീക്കത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ വേണ്ടിവന്നാൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുമാണ് തൊഴിലാളികളുടെ തീരുമാനം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.